പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലെല്ലാം ഭയങ്കര കാറ്റും ചൂടും ഒക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള കാറ്റല്ലേ, കാറ്റും അതുപോലെ തന്നെ ഭയങ്കര ചൂടും ഒക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എല്ലാം സ്കിന്നെല്ലാം ഡ്രൈ ആവുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. ഒട്ടും മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാറേ ഇല്ല, എപ്പോഴും നമ്മുടെ സ്കിന്നെല്ലാം ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല മിനുസമായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കുന്നത്. കാരണം ഈ കാറ്റ് സീസണൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒരുപാട് അങ്ങ് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ കാലുകളിലൊക്കെ പൊട്ടലുകളും കാലിൻ്റെ ഒപ്പൂറ്റിയൊക്കെ വിണ്ടുകീറിയൊക്കെ ചെയ്യുന്ന സമയം, ചുണ്ടുകളൊക്കെ വിണ്ടുകീറിയൊക്കെ ചെയ്യുന്ന സമയമാണിത്. ചുണ്ടുകളൊക്കെ തൊലിയൊക്കെ ഇളകുകയൊക്കെ ചെയ്യുന്ന സമയമാണിത്. അപ്പം ചില ആൾക്കാരുടെ കൈയുടെ വെള്ളയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ഇളകും, രണ്ട് കൈയുടെയും വെള്ളയൊക്കെ ഇതുപോലെ തൊലിയൊക്കെ ഇളകി വരികയൊക്കെ ചെയ്യുന്ന ഒരു സീസണാണ് ഇപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തൊരു മാർഗമാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഭയങ്കരമായ വെയിൽ, അതായത് നട്ടുച്ച സമയത്ത് വെയിൽ കഴിയുന്നത് ഒഴിവാക്കുക. എന്ന് കരുതി നമുക്ക് എപ്പോഴും വീട്ടിലിരുന്ന് തന്നെ എല്ലാം ചെയ്യാനൊന്നും പറ്റത്തില്ല, നമ്മൾ പുറത്ത് പോയെങ്കിലേ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമ്മുടെ മുഖവും കൈയും കാലും ഒക്കെ ഇങ്ങനെ ഈ തൊലിയൊക്കെ ഇളകുകയും അതുപോലെ തന്നെ ഒരു ഡ്രൈ ആകുന്നതിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മാർഗം എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു മാർഗമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇപ്പൊ നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കണം. ഞാനിപ്പോ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് തൈരാണ്. തൈര് എന്ന് പറയുന്നത് വളരെയധികം ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് തൈര്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ ഗുണങ്ങളാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സ്കിന്നെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വെക്കുന്നതിന് സ്കിന്നിന് വളരെയധികം ഗുണമുള്ള ഒന്നാണ് തൈര് എന്ന് പറയുന്നത്. ഒന്നാമത് ഈ കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന നല്ല തണുത്ത തൈരൊക്കെ ആണെങ്കിൽ തന്നെ മുഖത്തൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ വരും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ തൈരാണ് എടുക്കുന്നത്. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ കുറച്ച് തൈര് എടുക്കുകയാണ്. നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മുൾട്ടാണി മിൽട്ടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. തൈരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മുടെ ഫേസിലൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതിന് ദിവസം 2 നേരം വേണമെങ്കിൽ തൈര് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ തൈരും കോഫി പൗഡറും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. തൈരിന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തൈര് മാത്രമായിട്ട് നമുക്ക് ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം കുറേ പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിനും പാടുകളൊക്കെ നിശേഷം മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈര് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാനിപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് തക്കാളിയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ നീരെടുത്തതിന് ശേഷം അത് ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ്. അതായത് കുരു ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അരിച്ചെടുത്ത തക്കാളിയുടെ നീരാണ്. അതും കൂടി തക്കാളി നീരിന്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് തക്കാളി നീരും. അപ്പോൾ തക്കാളി നീരും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇതിലേക്ക് നമുക്ക് മുൾട്ടാണി മിൽട്ടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ കുറച്ച് മുൾട്ടാണി മിൽട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുൾട്ടാണി മിൽട്ടിയോട് ചേർത്ത് കൊടുത്ത് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. മുട്ടയോടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കണ്ടോ. ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്ക്രബൊക്കെ ചെയ്തിട്ട് കുറേ നാളൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ സ്ക്രബൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഒരുപാട് നാളൊന്നും ആയിട്ടില്ല സ്ക്രബ് ചെയ്തിട്ട്. ഞാനിപ്പോൾ ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്ക്രബ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യാം. മുൾട്ടാനി മിൽറ്റിയുടെ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അത്ര വലിയ ഗുണങ്ങളാണ്. മുൾട്ടാനി മിൽറ്റി മാത്രമായാലും നമ്മൾ കുറച്ച് പാലിലെങ്ങാനും മിക്സ് ചെയ്ത് തേക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. മുൾട്ടാനി മിൽറ്റി ആയാലും അതുപോലെ തൈരും തക്കാളി നീരും എല്ലാം അതിന് സഹായിക്കുന്നതാണ്. സ്ക്രബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഒരു തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്ലെൻസ് ചെയ്യാത്തവർക്ക് തൈര് മാത്രം ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം. അടുത്തിടയ്ക്കൊന്നും ക്ലെൻസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് തൈര് മാത്രം ഉപയോഗിച്ച് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് തൈര് എന്ന് പറയുന്നത്. മുഖം നല്ല ക്ലീൻ ആവുന്നതിന് വളരെയധികം സഹായിക്കും. ഇത് നമുക്ക് കഴുത്തിലും കഴുത്തിന്റെ പുറകുവശത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ചില ആൾക്കാരുടെ കഴുത്തിലൊക്കെ ഭയങ്കര കറുപ്പൊക്കെ കാണാറില്ലേ, അത് ചില വണ്ണമൊക്കെ ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് വണ്ണമൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഇങ്ങനെ കറുത്ത പാട് കാണും. അതിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത്. തൈര് തന്നെയാണെങ്കിലും നമുക്ക് രാവിലെയും വൈകിട്ടും എല്ലാം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടിയുള്ളൂ. അല്ലാതെ ഒരു ദിവസം ഒന്നും ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഒരു നാച്ചുറൽ പാക്കിനും റിസൾട്ട് അങ്ങനെ കിട്ടത്തില്ല. ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു 10 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. എല്ലാം ഫേസിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാനായിട്ട്. ഒരുപാട് തണുത്ത വെള്ളം വേണ്ട, ചെറിയൊരു തണുത്ത വെള്ളത്തിൽ. കാരണം ഈ കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ തന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. ഇല്ലേ, നമ്മുടെ ഫേസ് എല്ലാം നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മാറ്റമാണ് നമുക്കുള്ളത്. ഫേസൊക്കെ നല്ലൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. തൊടുമ്പോഴൊക്കെ നമുക്കറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.